ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതായത് ഈ NSSന് ലഭിച്ച വിധി ഒരു സർക്കാർ ഉത്തരവിലൂടെ മാത്രം കേരളത്തിൽ നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ. സുപ്രീം കോടതി തടസ്സവാദം ഉന്നയിച്ചു എന്നുള്ളതായിരുന്നു ഇത്രയും നാളത്തെ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ട് ഇരുന്നത്. പക്ഷേ അത് മാറിക്കിട്ടി. NSSന് ആ വിധി ലഭിച്ചപ്പോൾ അത് മറ്റ് സമാനമായ പ്രശ്നമുള്ള മാനേജ്മെൻറ്റുകൾക്കും നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു നിലപാടായിരുന്നു ഞങ്ങളെന്നും ഉന്നയിച്ചിരുന്നത്. പക്ഷേ അപ്പോഴും നിയമോപദേശം മറിച്ചായിരുന്നു എന്നുള്ള ഒരു ന്യായമാണ് ഗവൺമെൻറ് പറഞ്ഞിരുന്നത്. ഇപ്പോഴേതായാലും ഒരു വർഷത്തിന് ശേഷം, എനിക്കൊന്ന് കഴിഞ്ഞ വർഷമാണ് NSSന് അനുകൂലമായി വിധി ലഭിച്ചത്. ഒരു വർഷത്തിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു നിയമോപദേശം ലഭിച്ചു, അത് നമുക്കും ലഭ്യമാക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല എന്ന്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 22,000-ഓളം അധ്യാപകർ വർഷങ്ങളായിട്ട് ശരിയായ വേതനം ലഭിക്കാതെ വിഷമിക്കുകയാണ്. അവരുടെ നിയമനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അതിൻ്റെ ഒരു വലിയ വേദനയും വിഷമവും ഒക്കെയാണ് ഞങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുമ്പിലും അതുപോലെ ഭരണകർത്താക്കളുടെ മുമ്പിലും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് കേവലം കുറച്ച് മാനേജ്മെൻറ്റുകളുടെ മാത്രം പ്രശ്നമല്ല. ഇത് 22,000-ഓളം വരുന്ന വ്യക്തികളുടെയും അവരെ ആശ്രയിച്ച് പോകുന്ന കുടുംബങ്ങളുടെയും അതുപോലെ അവർ പഠിപ്പിക്കുന്ന സ്കൂളുകളുടെയും അവസ്ഥയാണ്. ഇപ്പോൾ 10 അധ്യാപകരുള്ള സ്കൂളിൽ 8 പേർക്കും ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആ സ്കൂളിൻ്റെ നിലവാരം എത്രമാത്രം ദയനീയമായിരിക്കും. ആ ഒരു സാഹചര്യത്തെ ആയിരുന്നു ഗവൺമെൻറ് കുറച്ചുകൂടെ നേരത്തെ തന്നെ അത് അഡ്രസ്സ് ചെയ്യണം. തീർച്ചയായിട്ടും ഇത് വൈകിപ്പോയി എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിലും ഇപ്പോഴെങ്കിലും ലഭിച്ചല്ലോ എന്നുള്ളതിൽ വലിയൊരു ആശ്വാസമുണ്ട്. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അത് നടപ്പിലായി കിട്ടുന്നു എന്നുള്ളത് തികച്ചും ആശ്വാസകരമാണ്. ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. സർക്കാർ പറയുന്നത്, ഞാൻ ഇന്ന് മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കേട്ടത്, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് അന്ന് അങ്ങനെ ഒരു നിയമോപദേശം ലഭിച്ചു, അന്ന് ഞങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചു, ഇന്ന് മറിച്ച് ലഭിച്ചു, ഞങ്ങളിങ്ങനെ പ്രവർത്തിക്കുന്നു, പ്രശ്നം തീർന്നാൽ മതിയല്ലോ. ഞങ്ങളും ആ ഒരു ആശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും പ്രശ്നം തീരുവാണല്ലോ എന്നുള്ളതാണ്. എങ്കിലും ഈ കൃത്യമായ ഉത്തരവിറങ്ങി കണ്ടില്ല. ഉത്തരവിറങ്ങിയാൽ മാത്രമേ നമുക്കതിനകത്തെ വ്യവസ്ഥകൾ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ സുപ്രീം കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിട്ടായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അതിൻ്റെ പേരിൽ അത് ഇനിയും നീളുമോ എന്ന് നമുക്കറിയില്ല. എങ്കിലും ഇപ്പോഴെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സൂചനയുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഇത് പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കും. കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി അവധി വെച്ചിരുന്ന ദിവസം ഇത് പ്രശ്നം തീരുമെന്നൊരു പ്രതീക്ഷ ഗവൺമെൻറ് ഉണ്ടായിരുന്ന പോലെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അന്നത് നീട്ടിവെക്കാനായിട്ട് സാഹചര്യം ഉണ്ടായപ്പോൾ ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, അത് ഞങ്ങൾ പരിഹരിക്കുമെന്നൊരു വാഗ്ദാനം അവിടുന്ന് ലഭിച്ചിരുന്നു. ഏതായാലും അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചതിൽ നമുക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്, വലിയൊരു ആശ്വാസമായിരുന്നു. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് വളരെ പെട്ടെന്ന് പരിഹരിക്കാമായിരുന്ന ഒരു പ്രതിസന്ധിയായിരുന്നു. നമ്മൾ 100 കണക്കിന് അധ്യാപകരെ സമരത്തിലേക്ക് തള്ളിവിടേണ്ട ആവശ്യമില്ലായിരുന്നു. ഒത്തിരി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ അധ്യാപകർ സമരം ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. അത് ദൗർഭാഗ്യകരമായിരുന്നു. അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇതിനകത്ത് ഈ ഒരുപക്ഷെ പൊതുസമൂഹം മനസ്സിലാക്കുന്ന ഇതാണ് കുറച്ച് മാനേജ്മെൻറ്റുകൾക്ക് പ്രയോജനമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. ഇത് ഇപ്പോൾ ഭിന്നശേഷിക്കാർക്കായിട്ട് നിയമനങ്ങൾ നമ്മൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അവിടെ നിയമനങ്ങൾ അത് നടത്തേണ്ടത് സർക്കാരാണ്. സർക്കാരിന് നിയമനങ്ങൾ നടത്താൻ ആളില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഈ കുട്ടികളെ ആര് പഠിപ്പിക്കും? അപ്പോൾ അത്രയും സീറ്റുകൾ, അത്രയും പോസ്റ്റുകൾ ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള സീറ്റുകളിലെങ്കിലും നിയമനങ്ങൾ നടത്താനായിട്ട് തയ്യാറാവണം. ഇതായിരുന്നു ഞങ്ങളുടെ വളരെ ന്യായമായ അവകാശം. കാരണം അതിൻ്റെ പേരിൽ മറ്റുള്ള അധ്യാപകരെന്തിനാണ് സഹിക്കേണ്ടത്? പക്ഷേ അത് ശരിയായ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരുപക്ഷെ ശരിയായ രീതിയിൽ സുപ്രീം കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇല്ലായിരുന്നിരിക്കാം. ഏതായാലും NSSന് വിധി ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. സുപ്രീം കോടതിക്ക് ഈ ഒരു സാഹചര്യം മനസ്സിലായി. കാരണം ഇങ്ങനെ പോയ സ്കൂളുകൾ നടക്കില്ല. ഈ നിയമനങ്ങൾ ഒഴിച്ചിട്ടുകൊണ്ട് മറ്റധ്യാപകർക്ക് ശമ്പളം കൂടെ കൊടുക്കാതിരുന്നാൽ സ്കൂളുകൾ നടക്കില്ല എന്ന് മനസ്സിലായപ്പോഴായിരിക്കും സുപ്രീം കോടതി ഇങ്ങനെ ഒരു പ്രൊവിഷൻ തന്നത്. അത് അന്ന് തന്നെ മറ്റ് മാനേജ്മെൻറ്റുകൾക്കും
സർക്കാർ ഉത്തരവിലൂടെ നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള നിലപാട് തന്നെയായിരുന്നു ഞങ്ങൾക്ക് അന്നും ഉണ്ടായിരുന്നത്. അത് ഏതായാലും സർക്കാർ ഇപ്പോഴെങ്കിലും ചെയ്തു എന്നുള്ളതിൽ വലിയ ആശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് സന്തോഷം. ഇലക്ഷൻ മുൻനിർത്തിയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത് 22,000-ഓളം വരുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അവർ പഠിപ്പിക്കുന്ന സ്കൂളുകൾക്കും എല്ലാം ആശ്വാസകരമാണ്. അത് നല്ല കാര്യമാണ് എന്നുള്ള രീതിയിലാണ്. സർക്കാർ ഒരു വശത്ത് മദ്യവർജനത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും മറുവശത്ത് മദ്യ ലഭ്യത കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരിക്കലും ശരിയല്ല എന്നും മദ്യവർജനമാണ് നമ്മുടെ പൊതുവായ നയമെന്നും നിരന്തരമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ വളരെയേറെ ദുഃഖകരമാണ് ഇങ്ങനെ സർക്കാർ മദ്യത്തിൻ്റെ സംലഭ്യത കൂട്ടുകയും അതിൻ്റെ സമയം കൂട്ടുകയെല്ലാം ചെയ്യുന്നത്. ഇപ്പം തന്നെ നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു വലിയ പ്രശ്നം ഈ മദ്യപാനവും അതുപോലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗമൊക്കെയാണ്. ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാനായിട്ട് സഹായിക്കേണ്ട സർക്കാർ വളരെ അനാരോഗ്യകരമായ പ്രവണതകൾക്ക് വഴിവെച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ആ തീരുമാനത്തിൻ്റെ ഒരു പാളിച്ച. അത് സർക്കാർ ആ തെറ്റ് മനസ്സിലാക്കി അത് പിൻവലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച് അതിനൊരു നിലപാട് രൂപീകരിക്കാൻ അത് കേരള മദ്യവർജന സമിതിയൊക്കെ ഉണ്ട്. അവർ ഒരുമിച്ച് കൂടി ഒരു നിലപാട് അതിന് എടുക്കുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.